വെള്ളിയാഴ്ച വൈകുന്നേരത്തെ വിശേഷത്തോടു കൂടിയാട്ടോ ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത്. ഇവിടുത്തെ ചൂടിപ്പോൾ സഹിക്കാൻ വയ്യ, ഭയങ്കര ചൂടാണ്. ഗവൺമെന്റ് 9 ദിവസത്തേക്ക് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുക. പുറത്തിറങ്ങാനും ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ അത്രയ്ക്ക് ചൂടാ. ഞാൻ വൈകുന്നേരം ഒന്ന് കുളിച്ച് മുടിയൊക്കെ പെടേന്ന് ഉണങ്ങി. എനിക്കെന്തോ ചൂടൊക്കെ തന്നെ ആണെങ്കിലും ഒരു ചെറിയ ചായ കുടിക്കാൻ തോന്നി. ഒരു ചായ ഇടുക. അങ്കു ബാഡ്മിന്റണിന് പോയി. രാക്കെ ഓഫീസിൽ നിന്ന് 7:30 കഴിയും വരാൻ. രാക്കയ്ക്ക് അപ്പോൾ വൈകുന്നേരം ചായ ഒന്നും ഇപ്പൊ ഈ ചൂട് കാരണം ഇല്ല കേട്ടോ. ജ്യൂസോ എന്തെങ്കിലും സ്മൂത്തി പോലെ എന്തൊക്കെ അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് 8 വർഷം പഴക്കമുള്ളതാ. എനിക്ക് 84 കിലോ ഉള്ള സമയത്ത് വാങ്ങിച്ചതാ. ആ സമയത്ത് ഇത് ഭയങ്കര അനുഗ്രഹം പോലെ തോന്നിയത്. കാരണം നല്ല ലൂസായിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സായിരുന്നു. അപ്പൊ ഈ ചൂട് കാരണം ഞാൻ വീണ്ടും അത് തപ്പി പിടിച്ചിട്ടേക്കുക. നല്ല കോട്ടണാ, ഇടാൻ നല്ല സുഖമാ. പിന്നെ നമുക്ക് ഇടുമ്പോൾ തന്നെ ഒരു കംഫർട്ടബിൾ ഫീലിംഗ് വരും. അതുകൊണ്ട് ഞാൻ വവ്വാല് കൊട്ടിട്ട പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ ഇന്ന് നടക്കുന്നത്. അങ്ങനെ എനിക്കുള്ള ചായ ഇട്ടു. കൂടെ എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ ഒരു സമാധാനം ഇല്ല. ടീ കേക്ക് ഉണ്ടായിരുന്നു, അതും കൂടെ 2 പീസ് കഴിക്കാന്ന് വെച്ച്. എന്തായാലും ഇനി കുറച്ച് റിലാക്സ് ചെയ്തിട്ട് ഡിന്നറും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോഴത്തേക്ക് അങ്കു വന്നപ്പോൾ പിന്നെ അവൻ്റെ പാലും കൂടെ അങ്ങ് റെഡിയാക്കാമല്ലോ വെച്ചിട്ട് കുറച്ച് ബൂസ്റ്റ് ഇട്ട് ആറ്റി അവനും അത് കൊടുക്കുന്നുണ്ട്. അവനും 2 പീസ് കേക്ക് കൊടുക്കുക. ഇവിടെ ലൂന്ന് പറയുന്ന എന്തോ ഒരു സൈസിലെ ചൂട് കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങാനൊക്കെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് എല്ലാവർക്കും. ഡിന്നറിനായിട്ട് ഞാൻ ഇന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷെസ്വാൻ നൂഡിൽസ് ആട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ നല്ല സൂപ്പർ ചൈനീസ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും ടേസ്റ്റി ആയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു, കുറച്ച് ഉപ്പും എണ്ണയും ഇട്ടിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന നൂഡിൽസ്. അത് വേവിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് കൊണ്ട് വേവിച്ച് കിട്ടും. പിന്നെ അതെടുത്ത് പച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഇതുപോലൊരു സ്ട്രെയിനറിൽ ഊറ്റി വെക്കണം. നമ്മൾ പാസ്തയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ ഊറ്റി വെക്കണം, കാരണം ഒട്ടാതിരിക്കാൻ വേണ്ടിയാ. എന്നിട്ട് നമ്മുടെ ഉള്ളി ഒക്കെ അരിഞ്ഞെടുക്കാം. ഇവിടെ സവാളയുടെ സീസണാ. ഭയങ്കര ചീപ്പ് റേറ്റിൽ ഇപ്പൊ സവാള കിട്ടും. ഒരു സവാള എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതാ. അപ്പോൾ ഒരെണ്ണം എടുത്താൽ തന്നെ നമുക്ക് ഒരു കറി ഉണ്ടാക്കാനുള്ളത് കിട്ടും. ഇതേ നോക്കിയേ, ഒരു സവാള അരിഞ്ഞപ്പോൾ ഇത്രയും തന്നെ കിട്ടി. പിന്നെ ഞാനൊരു ക്യാരറ്റ് എടുക്കുന്നുണ്ട്. ക്യാരറ്റ് കാണാൻ ഭംഗിയില്ലെങ്കിലും അത് ഫേഷ്യൽ ചെയ്തെടുത്താൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. ഒരുമാതിരി മഞ്ഞ കളറിലുള്ള ക്യാരറ്റ് ഇപ്പം കിട്ടും. ചില സമയത്ത് നല്ല ഓറഞ്ച് കളറിലുള്ള ഭംഗിയുള്ള ക്യാരറ്റ് കിട്ടും. ഇത് കുറേ മണ്ണായിരിക്കും, നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കണം. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ചെത്തി എടുത്താൽ നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുക്കുന്നുണ്ട് ക്യാരറ്റ്. കുറച്ച് ഹെൽത്തി ആക്കാൻ വേണ്ടിയാട്ടോ ക്യാരറ്റ് അരിഞ്ഞിടുന്നത്. ഈ രീതിയിൽ നൈസായിട്ട് നീളത്തിയാ ഞാൻ അരിഞ്ഞിടുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ സവാളയും ക്യാരറ്റുമാണ് മെയിൻ ന്യൂഡിൽസിൽ ചേർക്കുന്നത്. ഷെസ്വാൻ സോസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഷെസ്വാൻ സോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ സോസും സോയ സോസും ഒക്കെ പോലെ തന്നെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും. ചെറിയ സാഷയിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ സവാളയും ക്യാരറ്റിനും കൂടെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി ഒരു കടായിൽ എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് പച്ചമണം മാറ്റിയെടുക്കുക ചെറുതായിട്ട്. അതിനുശേഷം നമ്മുടെ സവാളയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമ്മുടെ ക്യാരറ്റും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. ക്യാരറ്റും ഒരുവിധം ഒന്ന് വഴണ്ട് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ ഷെസ്വാൻ സോസ് ഒരു 1.5 ടീസ്പൂണോളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ന്യൂഡിൽസ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്ത് ഇരിക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സോസിലും നമ്മുടെ ആ സവാളയും ക്യാരറ്റും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സവാളയൊക്കെ വഴറ്റിയപ്പോഴും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിന്നർ റെഡിയായി. ന്യൂഡിൽസ് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുത്തു. രാക്കെ ഓഫീസിൽ നിന്ന് വരാൻ ടൈം ആയപ്പോൾ ഞാൻ 2 മാങ്ങയും 1 പഴവും കുറച്ച് ബൂസ്റ്റും പാലും ഒക്കെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തു. ഈ ടെക്സ്ചറിൽ, നമ്മുടെ പുഡിങ്ങിൻ്റെ ഒരു ടെക്സ്ചറിൽ ഒരു സ്മൂത്തി പോലെ അങ്കൂനും കൊടുത്തു. ഞാനും ഒരു ചെറിയ ഗ്ലാസ്സിൽ കഴിക്കുകയാണ്. നല്ല സുഖമുണ്ട് കേട്ടോ കഴിക്കാൻ. രാക്കയ്ക്ക് ഇപ്പോൾ ചായ വേണ്ട, ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം. കാരണം ചൂട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളതല്ലേ കൂടുതൽ ഇഷ്ടം. അങ്ങനെ രാക്കെ ഓഫീസിൽ നിന്ന് എത്തി. കുറച്ച് സാധനങ്ങൾ ശർമാജിയുടെ കടയിൽ നിന്ന് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞു അങ്കൂനെ താഴോട്ട് വിടാൻ. 2 പേരും കൂടെ സാധനങ്ങളൊക്കെ മുകളിലോട്ട് കെട്ടിയിട്ടുണ്ട്. അവനും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ. താഴോട്ട്
അപ്പോൾ അതേ അങ്കൂന് വേണ്ട നമ്മുടെ ക്രൊസൻസ് ഉണ്ടല്ലോ ബ്രിട്ടാനിയുടെ, ഞാൻ നേരത്തെ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട്, അത് കുറേ വാങ്ങി വന്നിട്ടുണ്ട്. പിന്നെ പഴം, ഇവിടെ കിട്ടുന്ന ആകെ ഒരു സൈസിൽ ഈ മഞ്ഞപ്പഴേ ഉള്ളൂ, പക്ഷെ ഇപ്രാവശ്യം നല്ല പഴമാണെന്ന് തോന്നുന്നു. ചില സമയത്ത് അത്ര സുഖമുള്ള കിട്ടത്തില്ല. പിന്നെ ഐസ്ക്രീം വാങ്ങി, നേരത്തെ ഞാൻ കഴിച്ച പോലത്തെ കേക്ക് വാങ്ങി, ഇതൊക്കെയാണ് മെയിൻ വാങ്ങിയത്. പിന്നെ നമ്മുടെ തണ്ണിമത്തങ്ങ വാങ്ങിയിട്ടുണ്ട്, നല്ല പഴം ഞാൻ പറഞ്ഞില്ലേ. പിന്നെ മാംഗോ, സഫേദ മാംഗോ, ഇവിടെ സീസൺ ആണല്ലോ, നല്ല മധുരം ഇപ്പോഴത്തെ മാങ്ങയ്ക്ക്. വാഡിലാലിൻ്റെ ഒരു നമ്മുടെ വാനില ഫ്ലേവർ ഐസ്ക്രീമും അമൂലിൻ്റെ കുൽഫി, കാജു റാബ്ഡി കുൽഫിയുടെ ഫ്ലേവറുമാണ്. ഇത് രണ്ടും നമ്മുടെ നാട്ടിലും കിട്ടൂല്ലോ. വഡിലാലിൻ്റെ വാനില ഐസ്ക്രീമിന് നല്ല ടേസ്റ്റ് ആട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതേ ഡിന്നർ എടുത്ത് വെച്ചു. നമ്മുടെ നൂഡിൽസ്, ഷെസ്വാൻ നൂഡിൽസ്, അതിൻ്റെ മുകളിൽ ഇതേ അലങ്കരിച്ചിട്ട് ബുൾസയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്, ഈസിയാണ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ശരിക്കും സൂപ്പറാട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് 2 ഐസ്ക്രീമിൽ നിന്നും കുറേശ്ശെ എടുത്ത് 3 ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. അങ്കുദേ വരുന്നുണ്ട്. ഈ ഐസ്ക്രീമിൻ്റെ ദേ ഈ കേക്കും കൂടെ കഴിക്കണം, നല്ല ടേസ്റ്റാ. അപ്പൊ അതും കൂടെ എടുത്തു വെച്ച്, നമ്മള് ഭക്ഷണം കഴിക്കാനല്ലേ ജീവിക്കുന്നത്, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക, നല്ല ടേസ്റ്റാണ്. ഇവിടെ ഇപ്പോ കണിക്കൊന്നയുടെ സീസണാ. അങ്കുദേ ബാഡ്മിന്റൺ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാ. അത് അവന് കൈയെത്താൻ രീതിയിൽ പറിക്കാൻ പറ്റും. വിളക്കിന് മുന്നിൽ വെച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്, സാറ്റർഡേ ആണ്. രാഖിക്ക് ഓഫീസും ഇല്ല, അങ്കിത്തിന് സ്കൂളും ഇല്ല. അപ്പോൾ റിലാക്സ് ചെയ്താണ് കിച്ചണിലേക്ക് വരുന്നത്. വന്ന് ആദ്യം തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കാമെന്ന് വെച്ചു. നല്ല ചൂടല്ലേ, അപ്പോൾ അതിനൊക്കെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു. ചൂട് കാരണം നമ്മുടെ കാറിൻ്റെ ബമ്പറിൻ്റെ ഒരു സംഭവം കുറച്ച് വിട്ടിരിക്കും, അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി രാഖിക്ക് സർവീസ് സെൻറ്ററിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ അതേ പാല് കാച്ചി എടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയാണ്. അപ്പോൾ അങ്കുവിന് പിസ്സ ദോശ വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അവന് ആദ്യം 2 പിസ്സ ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഒന്ന് നമ്മുടെ തവ ഒന്ന് ചെറുതായിട്ടൊന്ന് നെയ്യ് ഒഴിച്ച് തടവിയിട്ട് കുറച്ച് മെത്തദോശ പോലെ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാസ്ത ഹേർബും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യും കൂടെ മുകളിലോട്ടൊന്ന് തൂവി കൊടുത്തു. ഇനി അതൊന്ന് തിരിച്ചിടാം. ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ പിന്നെ മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്കെടുത്ത് നമ്മുടെ പിസ്സ ദോശ പോലെ ഉണ്ടാക്കി അങ്കുവിന് കൊടുക്കാം. അതുപോലെ ഞാൻ 2 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബുൾസായും കൂടെ അവന് വെച്ച് കൊടുത്തു. അവൻ ഹാപ്പി ആവും. അപ്പം നിൽക്കുമ്പോഴല്ലേ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റും. സ്കൂളിൽ പോകുന്ന ദിവസം ഇതൊന്നും ശരിയാവില്ല. പിന്നെ ഞാൻ വിചാരിക്കും പോട്ടെ. പിന്നെ ഞങ്ങൾക്കുള്ള ചട്നി ഇതേ കുറച്ച് എണ്ണ ഒഴിച്ചു, കടുകും വറ്റൽമുളകും പൊട്ടിച്ചു, തേങ്ങയിൽ പച്ചമുളകും ഉള്ളിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുത്തു. നമ്മുടെ വറുത്തിട്ടയിലേക്ക് ഇട്ടിട്ട് ഓഫ് ചെയ്തു. നമ്മുടെ ചട്നി റെഡി. ഇനി ദോശ ചുടണം. കുറച്ച് ഗീ റോസ്റ്റ് പോലെ ചുടാന്ന് വെച്ചു. അതിനായിട്ട് നമ്മുടെ ഇരുമ്പ് കല്ല എടുത്തത്. ദോശ അതേ പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ്. പേപ്പർ റോസ്റ്റ് പോലെ. ചട്നിയും നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചു. ദോശയും തേങ്ങാ ചട്നിയാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അച്ഛനും മോനും ദേ കഴിക്കുന്നുണ്ട്. എനിക്കും കൂടെ ചുട്ട് കഴിച്ചിട്ട് പിന്നെ രാഖിക്ക് ഞാൻ പറഞ്ഞല്ലോ സർവീസ് സെൻറ്ററിൽ പോകണം, അങ്കുവിന് പിന്നെ ബാഡ്മിൻ്റൺ ക്ലാസ്സിന് പോകണം, പിന്നെ ലഞ്ച് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ കുറച്ച് മാങ്ങയും കൂടെ അതേ ഇങ്ങനെ പീസ് ചെയ്ത് വെച്ചു. നല്ല മധുരമുള്ള മാങ്ങയാണ്. രാഖി അങ്ങനെ കുളിച്ച് റെഡിയായി സർവീസ് സെൻറ്ററിലോട്ട് ഇറങ്ങി. അങ്കു ഇനി അടുത്തത് ബാഡ്മിൻ്റണിന് പോകാനുള്ളത് റെഡിയാകണം. തൊപ്പി വേണ്ടേ, വാച്ച് വേണ്ടേ? തൊപ്പി എടുത്തിട്ടോ.
അങ്ങനെ അങ്കുവും പോയി കഴിഞ്ഞിട്ട് ഇതേ മെയ്ഡ് വന്നു. ഇനി മെയ്ഡ് പോയതിന് ശേഷമേ നമ്മുടെ ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. ഇന്ന് വൈപ്പർ ഇട്ടാ പുള്ളിക്കാരി തുടയ്ക്കുന്നത് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം വൈപ്പർ ഇട്ടാ തുടയ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ കട്ടിൻ്റെ അടിയിലൊക്കെ നല്ലതായിട്ട് ക്ലീൻ ആവും. ഇനി ലഞ്ച് ഉണ്ടാക്കണം. എനിക്കും അങ്കൂനും മതിയല്ലോ. രാഖിക്ക് ലഞ്ച് വേണ്ട. രാഖി എന്തായാലും വൈകുന്നേരം ആവും വരാൻ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടത്തേ ഉള്ളൂ ഇന്ന്. ബാക്കിയുള്ള ജോലികൾ കുറച്ച് മുന്തിരിങ്ങ നമ്മുടെ വെള്ളത്തിലിടണം, പിന്നെ വെള്ളമൊക്കെ പിടിച്ച് വെക്കണം. അങ്ങനെയുള്ള കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ട് ലഞ്ച് ഉണ്ടാക്കാം. അങ്ങനെ അങ്കു ബാഡ്മിന്റൺ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചെത്തിയിട്ടുണ്ട്. പോയ ആളെ തിരിച്ചു വരുമ്പോ ഇല്ല. കുറച്ച് തണ്ണിമത്തങ്ങ ഞാൻ മിക്സിയിലോട്ട് പീസ് ചെയ്തിട്ടു കേട്ടോ. എന്നിട്ട് നമ്മുടെ റോസ് ജെല്ല്, ഗുലാബ് ജെല്ല് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, റോസ് എന്ന് പറഞ്ഞ് ഇവിടെ കിട്ടും, അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് മധുരം ഉണ്ട് കേട്ടോ ഓൾറെഡി. മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കണ്ട. പിന്നെ തണ്ണിമത്തങ്ങ നല്ല മധുരവും കളറും ഒക്കെ ഉള്ളതാണ്. അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അരിച്ചെടുക്കാം. ഇതൊരു ഗ്ലാസ് കൊടുത്താൽ തൽക്കാലം അവനൊരു ആശ്വാസമാവല്ലോ. അങ്ങനെ നമ്മുടെ വാട്ടർമെലൺ ഫ്രഷ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എനിക്കും ഒരു ഗ്ലാസ് കുടിക്കാനുണ്ട്. ലഞ്ചിന് ഞാൻ കുറച്ച് പച്ചരിയും നമ്മുടെ ചെറുപയറും കൂടെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുമിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ കൊടുത്താൽ മതി. പിന്നെ ഞാൻ തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും വെള്ളം ഒഴിച്ച് ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിയും പയറും കൂടെ ഒരുമിച്ചിട്ടൊരു കിച്ചടി പോലെ ഉണ്ടാക്കുക. നമ്മുടെ കേരള സ്റ്റൈൽ തേങ്ങ അരച്ച പയറ് കറി അത് ചോറിൽ കൂടെ ഇട്ടിട്ട് ഒരുമിച്ച് മിക്സഡ്, ഇവിടെ കിച്ചടി എന്ന് പറയും, നമ്മുടെ നാട്ടിൽ കഞ്ഞിയും പയറും മിക്സ് ചെയ്തെന്ന് പറയും. ഇങ്ങനെ എത്ര പേര് ഉണ്ടാക്കും എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ആ രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അരപ്പ് അതിനകത്ത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മുടെ ചോറും അരിയും പയറും വെന്ത് വന്നല്ലോ. കുറച്ച് ആവശ്യത്തിന് വെള്ളം എത്ര വേണ്ടത് വെച്ചാൽ അതും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചമണമൊക്കെ അങ്ങ് മാറ്റി നമ്മുടെ കഞ്ഞിയും പയറും ഒരുമിച്ചുള്ള കിച്ചടി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാടൻ സ്റ്റൈലിലെ ടേസ്റ്റ് തന്നെയാട്ടോ. ഇതൊക്കെ ശരിക്കും വയറിന് നല്ല സൂത്തിങ് ആയിട്ട് തോന്നും. പെട്ടെന്ന് അങ്ങ് കഴിക്കുകയും ചെയ്യാൻ വയറും നിറയും. പിന്നെ ചെറുപയറ് തണുപ്പാണല്ലോ. അങ്കൂനും കുറച്ച് ആറാൻ ഒഴിച്ചിട്ടുണ്ട്. എനിക്കും എടുത്തിട്ടുണ്ട്. ലഞ്ച് റെഡി. ഇന്ന് തുണി കഴുകായിട്ടിട്ടുണ്ടായിരുന്നില്ല. മടക്കി വെക്കാൻ കുറച്ചുണ്ടായിരുന്നു. മെയിൻലി അങ്കുവിൻ്റെ ഡ്രസ്സുകളാണ്, അവൻ്റെ ബാഡ്മിൻ്റൻ്റെയും അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളാണ്. അതിലൊന്ന് മടക്കി വെക്കാമെന്ന് വെച്ചു. പിന്നെ രാക്കേ പാവം 3 ദിവസത്തേക്കൊക്കെ ഒരു ബനിയൻ തന്നെയൊക്കെ, അതായത് എന്താ ടീഷർട്ടോ എന്താ വെച്ചാൽ 3 ദിവസം. കാരണം രാക്കേ വൈകുന്നേരം വന്നിട്ട് ഒന്നിട്ടിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ പോകത്തല്ലേ ഉള്ളൂ. ഒരു 3 ദിവസം ഒക്കെ അതങ്ങ് ഇട്ടോളും. പിന്നെ ഞാനെടുത്ത് കഴിക്കത്തേ ഉള്ളൂ. നമ്മൾ പിന്നെ ഈ കിച്ചണിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഡെയിലി കഴുകിയിടണമല്ലോ ഡ്രസ്സൊക്കെ. നമ്മൾ ഡെയിലി മാറ്റേണ്ടി വരും. അപ്പം എന്തായാലും തണുപ്പത്തും ചൂടത്തും ഒക്കെ തുണി കഴുകാനുണ്ട്. എന്തായാലും തുണി അങ്ങ് മടക്കി വെച്ചാൽ പിന്നെ കുന്നുപോലെ ഇങ്ങനെ കിടക്കത്തില്ലല്ലോ. അത് കിടക്കുന്നത് കാണുമ്പോഴും ഒരു വല്ലാത്തൊരു ടെൻഷനാണ്. നമ്മുടെ റൂമിലെ ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ കുറേ മയിലുകൾ നിൽക്കുന്നുണ്ട്. അതായത് ഒരു 2 ആൺമയിലും 2 പെൺമയിലും ഉണ്ടായിരുന്നു. അതിൽ ഒരു ആൺമയിലിന് നല്ല പീലിയുണ്ട്. അത് ശരിക്കും ഡാൻസ് കളിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തു. നമ്മുടെ ആ ബാൽക്കണിയിൽ ചെറുതായിട്ട് ഇങ്ങനെ നെറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് ഈ രീതിയിൽ കിട്ടത്തുള്ളൂ. അത്ര ക്ലിയർ ആവത്തില്ല. നെറ്റിൻ്റെ ആ ഒരു ചെറിയൊരു ഇത് വരും. അത് നന്നായിട്ട് ഡാൻസ് കളിക്കുകയാണ്. അത് ശരിക്കും ആ പെൺമയിലിൻ്റെ അടുത്ത് പോയാണ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. ആൺമയിലിനെ അത് ഓടിക്കാൻ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. അത് എന്തൊക്കെയോ ശബ്ദമൊക്കെ ഇങ്ങനെ നമുക്ക് കേൾക്കാം. ആൺമയിലിനെ അത് കൊത്തി ഓടിക്കുക, എന്നിട്ട് പെൺമയിലിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, നെറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് അത്ര കിട്ടിയില്ല നമ്മുടെ ക്യാമറയിൽ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.